എനിക്ക് ഒരു കാര്യത്തിൽ അതിശയമാണ്. ഞാനിത് ആദ്യത്തെ സ്പ്രേയിൽ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായി പോയി ഉള്ളത് പറഞ്ഞാൽ. കാരണം ഇത് ഓർത്തോ പാരിസി മെഗാമാരുടെ ബോട്ടിൽ തുറന്നൊരു ബോട്ടിൽ അത് നിറച്ചതുപോലെ ഇത് എനിക്ക് കൺവിൻസ് ചെയ്യണം. ഇത് മെഗാമാരെ അല്ല എന്ന് കൺവിൻസ് ചെയ്യുന്നവർക്ക് ഈ ബോട്ടിൽ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. ഒരു അക്വാട്ടിക് പെർഫ്യൂം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം വാങ്ങേണ്ടത് ഈ ഒരു സാധനമാണ്. ഇന്ന് റിവ്യൂ ചെയ്യാനുള്ളത് പണ്ട് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്ന ഒരു പെർഫ്യൂമാണ്. പക്ഷെ ആ പെർഫ്യൂം വാങ്ങിയിട്ട് പിന്നീട് എനിക്ക് ആ പെർഫ്യൂമിനോടുള്ള താല്പര്യം തന്നെ പോയി കിട്ടി. വളരെ വലിയൊരു പ്രത്യാശയോട് കൂടിയാണ് ഞാൻ ആ ഒരു പെർഫ്യൂം വാങ്ങിയത്. ഓർത്തോ പാരിസി മെഗാമാരെ. ഓർത്തോ പാരിസി മെഗാമാരെ ലോകത്തിലെ ഏറ്റവും തന്നെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം ആണെന്നാണ് അന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതും ഒരു ഫ്രഷ് പെർഫ്യൂം. ഒരു ഫ്രഷ് പെർഫ്യൂമില് ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം എന്ന പേരിൽ ഇറങ്ങിയ ഓർത്തോ പാരിസി. പക്ഷെ എനിക്ക് കിട്ടിയ ബാച്ച് ഏറ്റവും മോശം ബാച്ച് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പെർഫ്യൂമിനോടുള്ള താല്പര്യം തന്നെ ഇല്ലാതായി. വളരെയേറെ പ്രതീക്ഷയോട് വെച്ച ഒരു പെർഫ്യൂമാണ് ഓർത്തോ പാരിസി മെഗാമാരുടെ. നമ്മൾ പഴയ റിവ്യൂസ് കണ്ടു കഴിഞ്ഞാലും ഒരു ഫ്രഷ് പെർഫ്യൂം അല്ലെങ്കിൽ ഒരു പെർഫ്യൂം ഇത്രത്തോളം സ്ട്രോങ് ആകുമോ എന്ന് തോന്നുന്ന വിധത്തിലാണ് അതിന്റെ റിവ്യൂ, എന്റെ ഹൈപ്പും. പക്ഷെ വാങ്ങിയിട്ട് എനിക്ക് വർക്കൗട്ട് ആയില്ല. ഞാൻ അതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലത്താഫ അറ്റ്ലസ് എന്ന പേരിൽ ഈ ഓർത്തോ പാരിസിയുടെ ഒരു ക്ലോൺ ഇറക്കിയിട്ടുണ്ടെന്ന് അന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ പാരിസി പെർഫോം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അത് എനിക്ക് ഇത്രയും 10,000-15,000 രൂപ മുടക്കി വാങ്ങിയിട്ട് എനിക്ക് ഉദ്ദേശിച്ച പെർഫോമൻസ് കിട്ടാഞ്ഞിട്ട് ഞാനത് വലിയ രീതിയിൽ മൈൻഡ് ചെയ്തില്ല. പക്ഷെ റീസെന്റ് എന്റെ ഒരു ഫ്രണ്ട് അവൻ പറഞ്ഞു, ലത്താഫ അറ്റ്ലസ് എന്നുള്ള പെർഫ്യൂം ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്കറിയാം. അവൻ ഓർത്തോ പാരിസി യൂസ് ചെയ്തിട്ടില്ല. അവൻ പറഞ്ഞു ഇത് അടിച്ചിട്ട് പോകുമ്പോഴൊക്കെ കോംപ്ലിമെന്റ് എന്നാ പറഞ്ഞു. ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, ബാങ്കിലെ മാനേജറാണ് SBIയുടെ. അവൻ പറഞ്ഞു എടാ ഈ ഒരു പെർഫ്യൂം അടിക്കുന്ന സമയത്ത് അവൻ ഓരോ പെർഫ്യൂം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇത് അടിക്കുന്ന സമയത്തൊക്കെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു. വലിയ പെർഫോമൻസ് ഉണ്ടോ? അളിയാ ഭയങ്കര പെർഫോമൻസ്. എന്നാ പിന്നെ വാങ്ങണമല്ലോ. അങ്ങനെ വാങ്ങി ഒരു 3-4 ദിവസമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇത് 55 ml ആണ് ഉള്ളത്. ഓർത്തോ പാരിസി മെഗാമാന് 15,000 രൂപ മുടക്കിയാൽ നമുക്ക് കിട്ടുന്നത് 50 ml. ഇത് 3,500 റേഞ്ചിനകത്ത് നമുക്ക് കിട്ടുന്നത് 55 ml. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വർത്താണ്. അത് 15,000, ഇത് 3,000-3,500 റേഞ്ച്. അത് 50 ml, ഇത് 55 ml. ഇനി ഇതിന്റെ കോൺസെൻട്രേഷൻ വരുന്നത് EDP കോൺസെൻട്രേഷൻ ആണ്. ഇതിന്റെ ഒരു പുറം ചട്ട നമുക്ക് കാണുമ്പോൾ ഒരു തകർന്നടിഞ്ഞ ഒരു കപ്പലിന്റെ ഭാഗമായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പേര് അറ്റ്ലസ് എന്നാണ്, ഭൂപടം എന്നായിരിക്കും അർത്ഥം വരിക. അൺബോക്സ് ചെയ്യുമ്പോൾ ഇവിടെ അറ്റ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചത്. പിറകിന്റെ ബാച്ച് കോഡും കാര്യങ്ങളും മെയ്ഡ് ഇൻ UAE ലത്താഫയുടെയാണ്. അൺബോക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പ്രസന്റേഷൻ. നല്ല പ്രസന്റേഷൻ ആണ്, ലോക്കൽ അല്ല. ഇവിടെ അറ്റ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അറ്റ്ലസിന്റെ പിറകുവശത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭൂപടം കാണാൻ കഴിയും. ഇവിടെ ബൈനോക്കുലർ മാപ്പ്, കപ്പൽ സഞ്ചാരികളുടെ പഴയ പായ്മരം, ഇവിടെ കോമ്പസ്. ഒന്ന് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ പഴയ ഒരു കപ്പൽ സഞ്ചാരി AD 500 AD 300 ഒരു സഞ്ചാരികളിലൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തീമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ബോട്ടിലിനെ കുറിച്ച് പറയാം. ബോട്ടില് ഈ ഓർത്തോ പാരിസിയേക്കാൾ മികച്ച ബോട്ടില്. ഗ്ലാസിന്റെ തിക്നെസ് കണ്ടോ? ഏകദേശം 1.5 ഇഞ്ച് 1 ഇഞ്ച് 1.25 ഇഞ്ച് കട്ടിയുള്ള ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അറ്റ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കർ, ക്യാപ്പ്. ബോട്ടിലിനേക്കാൾ ഭാരമാണ് ക്യാപ്പ്. അപ്പൊ ഒരു ചീപ്പായിട്ടുള്ള പെർഫ്യൂം അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 55 ml 3,000-3,500 രൂപ മുടക്കുമ്പോൾ അല്ലെങ്കിൽ 100 ml ഏതാണ്ട് 7,000 അല്ലെങ്കിൽ 6,500 റേഞ്ച് വരുന്ന ഒരു പെർഫ്യൂമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെർഫ്യൂം അത്ര ചീപ്പല്ല. 55 ml ഉള്ളൂ, മനസ്സിൽ വെക്കുക. ഇവിടെ ലത്താഫ ഒരു വൃക്ഷവും കൊടുത്തിട്ടുണ്ട്. അതെ, ഇവിടെ EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. ഒരു കല്ലാണ്, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ സംഭവങ്ങൾ അത് കാണുമ്പോൾ ഈ 100-120 കൊല്ലം അറ്റ്ലാന്റിക് സമുദ്രത്തിന് അടിത്തട്ടിൽ കിടക്കുന്ന ഒരു ഷിപ്പ് റക്ക്, തകർന്നടിഞ്ഞ ഒരു കപ്പൽ. ആ കപ്പലിന്റെ അവശിഷ്ട ഭാഗത്ത് അതിന് കടൽ പായലുകളും കടൽ പുറ്റുകളും അതൊക്കെ കൊണ്ടു നിറഞ്ഞ് കാലക്രമേണ ഉണ്ടായ ഒരു രൂപമാറ്റം. അതാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ബോട്ടിൽ ശ്രദ്ധിച്ചാൽ ഒരു കപ്പലിന്റെ അവശിഷ്ടം പോലെ തോന്നും. നിങ്ങളൊരു ഒരു ബോട്ടിലല്ല, ഇതൊരു പെർഫ്യൂം ബോട്ടിലല്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കടൽ തീരത്ത് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചിന്തിക്കില്ലേ ഇതൊരു കപ്പലിന്റെ ഭാഗമാണെന്ന്. കണ്ടില്ലേ? ഒരു കപ്പലിന്റെ ഭാഗമാണ് അവര് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോ വർക്ക് അടിപൊളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബോട്ടിലിന്റെ കാര്യത്തിൽ ഒന്നും പറയണ്ട, നല്ല ക്യാപ്പാണ്. കാപ്പി പിടിച്ചിട്ട് പൊക്കിയെടുക്കാൻ ശ്രമിക്കരുത്. ബോട്ടിൽ നിങ്ങൾ റീറ്റെയിൽ പാക്ക് വാങ്ങുമ്പോഴും ഇങ്ങനെ പൊക്കിയെടുക്കാൻ നോക്കരുത്, പൊങ്ങി വരില്ല. ഇനി ഇതിന്റെ നോട്ടും കാര്യങ്ങളും ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടോപ്പ് നോട്ടായിട്ട് അക്വാട്ടിക് സീ നോട്ട്സ്, മിഡിൽ നോട്ടിൽ വരുമ്പോൾ ജാസ്മിൻ, കലോണെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോട്ടാണ് കലോണെ. ബേസ് നോട്ടിൽ സീഡാർ വുഡ്, അറ്റ്ലസ്, മസ്ക്, ആംബ്രോക്സൻ. ആംബ്രോക്സാൻ, കലോണെ, മസ്ക്. ആറ്റം ബോംബ്, ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള ചേരുവയാണ് ഈ പറയുന്ന സാധനങ്ങൾ. ആംബ്രോക്സനും മസ്കും കലോണയും. ഒരു ഫ്രഷ് പെർഫ്യൂം എത്ര ലൗഡ് ആവണമെന്നുള്ളതിന് ഈ 3-4 നോട്ടുകൾ ചേർത്താൽ മതി. ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും ആംബ്രോക്സൻ ഉണ്ടെങ്കിൽ. ആംബ്രോക്സൻ നല്ലൊരു ഫിക്സേറ്റീവ് ആണ്, എല്ലാ നോട്ടും എടുത്തു കാണിക്കും. ആംപ്ലിഫയർ എനിക്ക് ഒരു കാര്യത്തിൽ അതിശയമാണ്. ഞാനിത് ആദ്യത്തെ സ്പ്രേയിൽ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ
ഷോക്കായി പോയി ഉള്ളത് പറഞ്ഞ. കാരണം ഇത്രയും ഒരു 100% എങ്ങനെയാണ് ഇത് ഇത്രയും കൃത്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത്? ആ തുടക്കം തൊട്ട് അവസാനം വരെ ഈ മെഗാമാന് തന്നെ ഒരു വ്യത്യാസമില്ല. സാധാരണ ഈ ക്ലോൺ ബ്രാൻഡുകൾ ടോപ്പ് നോട്ട് ഇമിറ്റേറ്റ് ചെയ്യും, മാക്സിമം കൂടി കഴിഞ്ഞ് മിഡിൽ നോട്ട് വരെ ഏതാണ്ട് സെയിം ആയിരിക്കും. പക്ഷെ ബേസ് നോട്ട് വരുമ്പോൾ തനി സ്വഭാവം കാണിക്കും, നോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഓർത്തോ പാരിസി മെഗാമാരുടെ ബോട്ടിൽ തുറന്നൊരു ബോട്ടിൽ അത് നിറച്ചതുപോലെ ഇത് എനിക്ക് കൺവിൻസ് ചെയ്യണം ഇത് മെഗാമാരെ അല്ല എന്ന് കൺവിൻസ് ചെയ്യുന്നവർക്ക് ഈ ബോട്ടിൽ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. അത്രയ്ക്ക് ക്ലിയർ ആണ്. അതായത് നിങ്ങൾ 15,000 മുടക്കേണ്ട ഒരു കാര്യമില്ല. ഈ ലത്താഫയോട് പറയാനുള്ളത്, നിങ്ങൾ മെഗാമാരെ ചെയ്തതുപോലെ ഓർത്തോ പാരിസിയുടെ ഓരോ പെർഫ്യൂം നിങ്ങൾ ഇതേപോലെ ചെയ്യണം. ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് 100% ഒരു പൊടിക്ക് 0.1% പോലും വ്യത്യാസമില്ലാതെ 110% കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റില്ല. എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള നോസാന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് ലത്താഫ അറ്റ്ലസിൽ അവർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വേണം ഒരു ഇൻസ്പേർട്ട് ഇറക്കാൻ. തുടക്കം മുതൽ ഇതിന്റെ അവസാനം വരെയും കറക്റ്റ്, ഒന്നും വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ഫലത്തിൽ 15,000 രൂപയുടെ പെർഫ്യൂമാണ് 3,500 രൂപയ്ക്ക് നിങ്ങൾ അടിക്കുന്നത്. അത് മാത്രം സങ്കല്പിക്കുക. നിങ്ങൾ ആരോടും പറയണ്ട അത് ഉപയോഗിക്കുന്നത് ലത്താഫ് അറ്റ്ലസ് ആണെന്ന്, മെഗാമാരാണെന്ന് ധൈര്യമായിട്ട് പറഞ്ഞു. അത്രയ്ക്ക് ആക്യുറേറ്റ് ആണ്. മെഗാമാരെ കയ്യിലുള്ളവർ ഉറപ്പായിട്ട് ഈ പെർഫ്യൂം വാങ്ങുക. എന്നിട്ട് പറയുക ഞാൻ പറഞ്ഞത് ഇതിന് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. അത്രയ്ക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ വാങ്ങിയാണ്, എന്റെ പോക്കറ്റിലെ പൈസ മുടക്കി ഞാൻ വാങ്ങി, എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് പെർഫോമൻസ് ഇല്ലാഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ കൊടുത്ത് ഒഴിവാക്കിയ ഒരു സാധനമാണ്. ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓൾറെഡി മെഗാമാരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ട് അതേ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്. സ്പ്രെയർ നല്ല സ്പ്രെയർ ആണ്, പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രെയർ ആണ്. ഡെഫിനറ്റ് ആയിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു അക്വാട്ടിക് പെർഫ്യൂം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം വാങ്ങേണ്ടത് ഈ ഒരു സാധനമാണ്. അക്വാട്ടിക് എന്ന പേരും പറഞ്ഞ് നിങ്ങൾ പലതും വാങ്ങിയിട്ടുണ്ടാവും. ഞാനും കുറെയൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ മെഗാമാരുടെ കാര്യത്തിൽ അക്വാട്ടിക് എന്ന വാക്കിനോട് 100% നീതി പുലർത്തിയ ബ്രാൻഡാണ്. കാരണം കലോണെ എന്ന നോട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവൻ നിങ്ങൾ മലമ്പ്രദേശത്താണ് താമസിക്കുന്നതെങ്കിൽ, കടല് കാണാൻ യാതൊരു സാധ്യതയില്ലാത്തൊരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ, ഇത് അടിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചോദിക്കണം അത് കടലിൽ കുളിച്ചോ എന്ന് ഉറപ്പായിട്ട് ചോദിക്കും. കാരണം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന കലോണെ എന്നുള്ളൊരു ആർട്ടിഫിഷ്യൽ നോട്ടാണ്. അതിന് സമുദ്രത്തിന്റെ സ്മെല്ല് വരും. ഇതിന് നമ്മുടെ അറബിക്കടലിന്റെ മണമല്ല. ഇത് അറ്റ്ലാന്റിക് ഓഷൻ, ഒരു എവറസ്റ്റിനെ 2-3 തവണ സമുദ്രത്തിന്റെ അടിയിൽ മുക്കി വെക്കാൻ താഴ്ചയുള്ള മരിയാന ട്രഞ്ച്, ചലഞ്ചർ ഡീപ്പ്, അതുപോലെ സമുദ്രത്തിന്റെ അഗാധ ഗർത്തങ്ങളുടെ ഒരു മണമാകും. പുറം ഭാഗത്തുള്ള ഒരു സ്മെൽ അല്ല ഇത്. അക്വാഡിജോ, പ്രൊഫൂമോ, പ്രൊഫോണ്ടോ, എസൻസ് ഒക്കെ ട്രൈ ചെയ്തവർക്ക് കടലിന്റെ ഒരു പുറം ഭാഗത്ത് ഒരു മണമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അല്ലെങ്കിൽ കടൽ തീരത്തിരുന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ ഒരു മണമാണ് കിട്ടുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഈ കുപ്പി നിറയെ പസഫിക് ഓഷൻ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രം ഒരു കുപ്പിയിൽ നിറച്ചു വെച്ചിരിക്കുകയാണ്. അതായത് ഡാർക്ക് അല്ല ഇത്. ഞാൻ പറയുന്നത് ഡാർക്ക് അല്ല. അതായത് കടൽ വെള്ളത്തിന്റെ അല്ല ഇത്. ശരിക്കും പറഞ്ഞത് സമുദ്രത്തിന്റെ വെള്ളമാണ്. കടൽ എപ്പോഴും കടൽ ഇടുക്കാണ്. ഇത് സമുദ്രത്തിന്റെ സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഓഷ്യനിക് ടൈപ്പ് DNA ആണ് ഇതിനകത്തുള്ളത്. അടിയിലോട്ട് ചെല്ലും തോറും ഒരു ഡീപ്പായിട്ടുള്ള സ്മെല്ല്. അതെ, ഇതിനകത്ത് നമ്മൾ ആദ്യം അടിക്കുന്ന മണം കഴിഞ്ഞ് പിന്നെ ഇതിനകത്ത് മിഡിലോട്ട് ധാവന, അതുപോലെ തന്നെ ആംബർഗ്രിസ്, തിമിംഗല ഛർദി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ്. അതെ, കടലിൽ കുളിച്ച് ഇറങ്ങി വരുമ്പോൾ ഒരു സ്മെൽ. ആ ഉപ്പ് രസവും സോൾട്ട് എന്ന് പറയുമ്പോൾ ചീഞ്ഞ മുട്ടയുടെ സ്മെല്ലല്ല. ഡോൾച്ചൻ ഗാബാനയുടെ ചില ബാച്ചിനകത്തുള്ള ഒരു ചീഞ്ഞ റോട്ടൻ എഗ് സ്മെല്ലല്ല. പ്യൂർ കലോണയുടെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി എക്സ്ട്രാക്ട് ചെയ്ത വേർഷൻ അത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ സ്മെല്ല് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്പ്രേ തന്നെ പറയും ഇത് കടലിന്റെ മണം തന്നെയാണ്, അല്ലെങ്കിൽ സമുദ്രത്തിന്റെ സ്മെല്ലാണെന്ന് ഉറപ്പായിട്ടും പറയും. ഒരു 100-150 വർഷം കടലിന്റെ അടിത്തട്ടിൽ കിടന്ന് അല്ലെങ്കിൽ തകർന്ന ഒരു കപ്പലിന് അകത്ത്, അല്ലെങ്കിൽ ടൈറ്റാനിക് വിചാരിക്കും. ടൈറ്റാനിക് നിങ്ങൾ പുറത്തെടുത്തു, ടൈറ്റാനിക്കിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ അകത്തോട്ട് ചെന്ന് നിങ്ങൾ സമുദ്രാന്ത പരിവേഷണം നടത്തി അകത്തോട്ട് ഇറങ്ങിച്ചെന്ന് റോബോട്ടിക് യന്ത്രം വെച്ച് അത് കട്ട് ചെയ്ത് മുറിച്ച് കരയിലേക്ക് കൊണ്ടുവന്ന് അതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ എന്ത് മണം വരും? കടലിന്റെ അടുത്തിട്ടില്ല, ഏകദേശം 8-9 കിലോമീറ്റർ ആഴത്തിൽ കിടക്കുന്ന ടൈറ്റാനിക്കിന്റെ ഒരു അവശിഷ്ടം കരയിൽ കൊണ്ടുവന്നിട്ട് അത് സ്മെല്ല് ചെയ്യുമ്പോൾ ഒരു മണം വരില്ലേ? കടൽ പായലും കടലിന്റെ സ്മെല്ലും അഗാധതയും അതിലെ മർമ്മവും നിഗൂഢതയും സമുദ്രാന്തര ഭാഗത്ത് മറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ അത്രയും ഹൈ പ്രഷർ ഭാഗത്ത് നിറഞ്ഞിരിക്കുന്ന നിഗൂഢ ജീവിവർഗങ്ങൾ, അതിന്റെയൊക്കെ ഒരു ഡീപ്പായിട്ടുള്ള ക്യാരക്ടർ നമുക്ക് ഈ പെർഫ്യൂമിൽ അറിയാൻ പറ്റും. അപ്പോൾ ഫ്രഷ് പെർഫ്യൂം നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഓഷ്യാനിക് അക്വാട്ടിക് പെർഫ്യൂം ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്ത പെർഫ്യൂമാണ് ലത്താഫ അറ്റ്ലസ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാരണവശാൽ ഇത് ബ്ലൈൻഡ് ആയിട്ട് എന്റെ അഭിപ്രായം കേട്ട് നിങ്ങൾ വാങ്ങരുത്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യാതെ വാങ്ങിയ ചെയ്യരുത്, നിർബന്ധമായി. ഇനി ഇതിന്റെ പെർഫോമൻസ്, ഒരു ഫ്രഷ് പെർഫ്യൂം എങ്ങനെയാണ് ഒരു ഫുൾ ഡേ നിൽക്കുക? എനിക്കിത് ഒരു ദിവസം മുഴുവൻ നിന്ന് പിറ്റേ ദിവസം എന്റെ ഷർട്ടിൽ മണം നിന്ന്. അപ്പോൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, പുറത്ത് ഫീൽഡ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ മെഡിക്കൽ റെപ്പ് പോലെ പല ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ജോലി ചെയ്യുന്നവർ, ഫീൽഡ് വർക്ക്, മാർക്കറ്റിംഗ്, അങ്ങനെയുള്ള ഏത് ഔട്ട്ഡോർ ഇൻഡോർ ജോലി ചെയ്യുന്നവർക്ക്, ഓഫീസിലായിക്കോട്ടെ, പുറത്തിറങ്ങുന്നതായിക്കോട്ടെ, പൊടി ആയിക്കോട്ടെ, വേലായിക്കോട്ടെ, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, എന്ത് തൊഴിൽ ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങളൊരു ഫ്രഷ് പെർഫ്യൂം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ നല്ലൊരു ക്ലീൻ ഫ്രഷ് സ്മെല്ല് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം വാങ്ങുക. അതുപോലെ തന്നെ നിങ്ങൾ പെർഫ്യൂം അടിച്ചിട്ട് പോകുമ്പോൾ കോംപ്ലിമെന്റ് കിട്ടണമെങ്കിലും ഈ ഒരു പെർഫ്യൂം വാങ്ങാൻ ചോദിക്കും. ഏത് പെർഫ്യൂം അടിച്ചിരിക്കുന്നത് ചോദിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ 8 സ്പ്രേ അടിക്കുക.
ഓക്കെ. പെർഫോമൻസ് 10 മണിക്കൂർ, പ്രൊജക്ഷൻ ആദ്യത്തെ 4 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ, അന്യായ പ്രൊജക്ഷൻ ഉണ്ടാവും. ഇത് ഓവർ പവറിംഗ് ആയതുകൊണ്ട് ചിലർക്ക് നോസ് ബ്ലൈൻഡ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഓൾഫാക്ടറി ഫാറ്റിക് ഉണ്ടാവും. പെർഫ്യൂം നിൽക്കുന്നില്ല, ലാസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ, ഒരു ഇല്യൂഷൻ നിങ്ങൾക്ക് തലച്ചോറ് സൃഷ്ടിക്കും. അതിനർത്ഥം ഓൾഫാക്ടറി ഫാറ്റിക് എന്നാണ്. പതിയെ പതിയെ നിങ്ങൾ അതുമായി പൊരുത്തപ്പെടും. പിന്നെ അടിച്ചിട്ട് അയ്യോ കോംപ്ലിമെന്റ് കിട്ടുന്നുണ്ടോ അങ്ങനെ ആവരാതിപ്പെട്ട് ഇങ്ങനെ ADHD ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പാടായിരിക്കും. കാരണം അവർക്ക് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ കോംപ്ലിമെന്റ് ചെയ്യണം, പിടിച്ചു നിർത്തി ചോദിക്കണം, അങ്ങനെയൊക്കെ ഉള്ള മെന്റാലിറ്റി ഉള്ളവർക്കൊക്കെ എനിക്കറിയില്ല. ചൂടത്താണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത്. സമ്മർ സീസണിൽ ഉപയോഗിക്കുക. ഉച്ചയ്ക്ക് രാവിലെ വേണം നന്നായിട്ട് ഉപയോഗിക്കാൻ. രാത്രിയും വൈകുന്നേരം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, ഒരുപാട് അടിക്കേണ്ട കാര്യമില്ല, കാരണം സ്ട്രോങ് ആണ്. ഞാനിത് ഡീക്കൻ്റ് ആക്കുന്നുണ്ട്. ഡീക്കൻ്റ് നിങ്ങൾ 5 ml 10 ml ആകുക. ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് ഒരു 10 ml മതിയാവുള്ളൂ, കാരണം നല്ല പെർഫോമൻസ് ആണ്. 10 ml വാങ്ങിയിട്ട് ഓഫീസിൽ അടിക്കുക. എപ്പോഴും പറയുന്ന പോലെ വീട്ടിൽ നിന്ന് അടിച്ചിട്ട് ഇറങ്ങരുത്, ഓഫീസിൽ എത്താൻ നേരം വേണം അടിക്കാൻ. ഒരു ഡീക്കൻ്റ് ആയിട്ട് കൊണ്ടു നടക്കുക. ഫ്രഷ് പെർഫ്യൂം. പിന്നെ ഇത് ടോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ബോഡിയിൽ അടിക്കണോ വസ്ത്രത്തിൽ അടിക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് വസ്ത്രത്തെക്കാൾ ഉപരി ശരീരത്തിലായിരിക്കും മണം കൂടുതൽ നേരം നീണ്ടു നിൽക്കുക. അങ്ങനെയുള്ളവര് ബോഡിയിൽ അടിക്കുക. അപ്പോൾ ഇതൊരു ചീപ്പ് സാധനമല്ല. 15,000 രൂപ വില വരുന്ന 50 ml 15,000 രൂപ വില വരുന്നുണ്ട്. അപ്പൊ 100 ml ഏകദേശം 30,000 മുകളിൽ വില വരുന്ന ഒരു പെർഫ്യൂം ആണിത്. ഇത് ക്ലോണെന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആ പെർഫ്യൂം തന്നെയാണ്, വേറൊന്നുമില്ല, വേറെ ബോട്ടിൽ വരുന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് യൂസ് ചെയ്യുക. ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമന്റിൽ പറയുക. താങ്ക് യു സോ മച്ച്.